പിന്നെ നിങ്ങൾ ഗൂഗിൾ പേയിൽ എപ്പോഴേലും ക്യാഷ് അനാവശ്യമായിട്ട് കട്ടാവുണ്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകുന്നുണ്ടോ? അങ്ങനെ ഉണ്ട് എന്നുള്ളവർക്കുള്ള വീഡിയോ കേട്ടോ. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് കട്ടാവുന്നുണ്ട് ഗൂഗിൾ പേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുക, OTT പ്ലാറ്റ്ഫോം അങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ ഗെയിംസോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ നമ്മൾ മന്ത്ലി പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സംഭവം നമ്മൾ ഓട്ടോ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ഓട്ടോ ഡെബിറ്റ് ആക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മന്ത്ലി ആ പേയ്മെൻറ്റ് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെ ഓഫ് ചെയ്ത് നോക്കാം. അത് ഓഫ് ചെയ്താലേ നമുക്ക് അത് ആ ഒരു മന്ത്ലി നമ്മൾ പേയ്മെൻറ്റ് പോണത് നമ്മളറിയാതെ പോകുന്നത് അത് ക്യാൻസലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓട്ടോ പേ ഓൺ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളെ മക്കളോ അല്ലെങ്കിൽ നമ്മളെ മക്കളോ ആരെങ്കിലുമൊക്കെ നമ്മൾ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോഴും ഇത് പേയ്മെൻറ്റ് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോകട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതെങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അത്തരത്തിൽ ഗൂഗിൾ പേന്ന് പൈസ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എങ്ങനെ ഒഴിവാക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പോകുക എന്നല്ല, നമ്മളെന്തായാലും ഏതെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ തന്നെ അതിന് പെർമിഷൻ കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ കട്ടാകുന്നത്. അപ്പോൾ ഇതിൽ ഓട്ടോ പേ എന്നുള്ളത് ഓഫ് ചെയ്യാൻ വേണ്ട. അതിനുവേണ്ടി ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ പേ എന്നുണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ അത് കാണിക്കും. അപ്പോൾ നമ്മളതിൽ ക്യാൻസൽ കൊടുത്താൽ, ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഞാൻ എൻ്റെ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എടുത്തതാണ്, ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തതാണ് 299 രൂപ. അത് ഓട്ടോ പേ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്നിടത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അത് ക്യാൻസൽ എന്ന് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവുന്നത് ഇപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലിവിടെ കാണിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ക്യാൻസൽ ഓട്ടോ പേ എന്നുള്ളതിൽ അടിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് പൈസ പോണത് കട്ടാവട്ടോ. അപ്പോൾ അത്ര ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഇപ്പോൾ ഞാനിവിടെ കണ്ടോ, ഇതുണ്ടായിരുന്നു, ഇത് ഞാൻ കട്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മൾ ഹിസ്റ്ററിയിൽ കാണിക്കുന്നത്. ഇത്തരത്തിൽ ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളപ്പോൾ കണ്ടോ, ഇന്ത്യയിൽ ഇപ്പോൾ വേറെ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അത് കാരണം അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നിലും സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ക്യാൻസൽ കൊടുക്കുക. ഈ ഓട്ടോ പേയിൽ വന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, മറ്റൊരു വീഡിയോ വീണ്ടും വരാം. നന്ദി, നമസ്കാരം, താങ്ക് യു.